മറ്റു വാർത്ത എറണാകുളം വൈപ്പിൻ ദ്വീപ് വാസികൾക്ക് ആശ്വാസമായി വൈപ്പിൻ ബസ്സുകളുടെ നഗരപ്രവേശനം. വൈപ്പിൻകാരുടെ പതിറ്റാണ്ടുകളായുള്ള ആവശ്യമാണ് സഫലമാകുന്നത്. റെസിഡൻസ് അസോസിയേഷൻ ഫെഡറേഷനായ ഫ്രാഗിന്റെ നിരന്തര ശ്രമമാണ് വിജയം കണ്ടത്. വൈപ്പിൻ ദ്വീപിൽ നിന്നുള്ള ബസ്സുകളുടെ നഗരപ്രവേശനത്തിനായി പതിറ്റാണ്ടുകളായി കാത്തിരുന്ന യാത്രക്കാരുടെ ആവശ്യമാണ് സഫലമാകുന്നത്. 4 സ്വകാര്യ ബസ്സുകളാണ് നഗരപ്രവേശനത്തിന് എത്തുന്നത്. ഇതുകൂടാതെ 10 KSRTC ബസ്സുകളും സർവീസ് നടത്തും. ഇതോടെ 14 ബസ്സുകളാണ് വൈപ്പിനിൽ നിന്നും നഗരത്തിലേക്ക് എത്തുക. ഗോശ്രീ ജംഗ്ഷനിൽ ഗതാഗത മന്ത്രി ഗണേഷ് കുമാർ ഉദ്ഘാടനം ചെയ്തു. എല്ലാവരുടെയും അനുവാദത്തോടെ, ഇവിടെ സംഘടന വന്നിരിക്കുന്ന എല്ലാ വ്യക്തിത്വങ്ങളുടെയും അനുവാദത്തോടെയും അനുഗ്രഹത്തോടെയും പ്രാർത്ഥനകളോടെയും ഈ ഒരു സംവിധാനം പുതുതായി ഒരുക്കുന്ന ഈ ആധുനികമായ നമ്മളുടെ സ്വപ്നമായ ഈ സംവിധാനം എറണാകുളത്തേക്ക് പോവുക, ടൗണിലേക്ക് പോവുക, ഓഫീസുകളിലേക്ക് പോവുക, ഇതെല്ലാം യാഥാർത്ഥ്യമാകട്ടെ എന്ന ആഗ്രഹത്തോടെ ഈ പദ്ധതി ഉദ്ഘാടനം ചെയ്തതായി അറിയിക്കുന്നു. നന്ദി, നമസ്കാരം. KN ഉണ്ണികൃഷ്ണൻ MLAയുടെ നേതൃത്വത്തിൽ റെസിഡൻസ് അസോസിയേഷൻ ഫെഡറേഷനായ ഫ്രാഗ് നടത്തിയ ശ്രമങ്ങളുടെ ഫലമായാണ് സർവീസുകൾ തുടങ്ങിയത്. സിനിമാ പ്രവർത്തകരായ അന്നാബെൻ, ബെന്നി പി നായരമ്പലം, പൗളി വത്സൻ, മജീദ് എടനക്കാട് തുടങ്ങിയവരും ചടങ്ങിൽ പങ്കെടുത്തു. ഞാൻ പേഴ്സണലി കോളേജിലൊക്കെ പഠിക്കുമ്പോൾ ഇതുപോലെ 2 ബസ്സൊക്കെ കയറിയിട്ടാണ് പോയിട്ടുള്ളത്. അപ്പൊ ഇത് ഇങ്ങനെ ആയതിൽ എനിക്ക് ഭയങ്കര അധികം സന്തോഷമുണ്ട്. ഒറ്റ ബസ്സിൽ തന്നെ ലക്ഷ്യസ്ഥാനത്തേക്ക് എത്തുക എന്നുള്ള ഒരു സ്വപ്നം പൂവണിഞ്ഞിരിക്കുകയാണ്. അതിൽ വളരെ സന്തോഷം. എന്തായാലും നമ്മളിത് നേടിയെടുക്കുമെന്ന് ഉറപ്പായിരുന്നു. കാരണം ഞങ്ങള് വൈപ്പിങ്ങരക്കാർ അത്ര മോശക്കാരല്ല. എന്ത് കാര്യവും ഞങ്ങൾ സമരത്തിലൂടെ നേടിയെടുക്കുന്ന ആളുകളാണ്. വളരെ സന്തോഷമുള്ള നിമിഷമാണ് ഏതായാലും ഇങ്ങനൊരു സഫലമായതിൽ. കഴിഞ്ഞ ഫെബ്രുവരി 5 ഗതാഗത മന്ത്രി വിളിച്ചു ചേർത്ത യോഗത്തിലാണ് KSRTC ബസ്സുകൾക്ക് നഗരത്തിൽ പ്രവേശിക്കാൻ പെർമിറ്റ് നൽകിയത്. 2004 ജൂൺ 5 ഗോശ്രീ പാലങ്ങൾ ഗതാഗതത്തിനായി തുറന്നുകൊടുത്തത്. വൈപ്പിൻ ദ്വീപുകാരുടെ അന്നു മുതലുള്ള ആവശ്യമായിരുന്നു സ്വകാര്യ ബസ്സുകളുടെ നഗരപ്രവേശം. നോർത്ത് പറവൂരിൽ നിന്ന് നഗരത്തിന്റെ വിവിധ പ്രദേശങ്ങളിലേക്ക് പെർമിറ്റ് നൽകിയിട്ടുണ്ട്. കാക്കനാട്, കളമശ്ശേരി മെഡിക്കൽ കോളേജ്, ഫോർട്ട് കൊച്ചി, വൈറ്റില, പച്ചാളം, ലൂർദ് ആശുപത്രി എന്നിവിടങ്ങളിലേക്കാണ് സർവീസ്. ന്യൂസ് 18 കൊച്ചി.